നിരവധി തരത്തിലുള്ള മഹാരഥന്മാരുണ്ട്. ഒന്നും അറിയില്ലാന്നുള്ള ധാരണ അങ്ങനെ വിചാരിക്കരുത്. ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ലോക ചരിത്രത്തിനെക്കുറിച്ചും ഭാരത ചരിത്രത്തെക്കുറിച്ചും കേരള ചരിത്രത്തെക്കുറിച്ചും അറിയുന്ന നിരവധി ജനങ്ങൾ ഇതിൽ പങ്കാളികളാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് പറയില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകിച്ചും കേരളീയരായ നമുക്ക് അതാണ് ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് സംഭവം. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൻ്റെ ആവശ്യം കൃത്യമായിട്ട് അംഗീകരിച്ച് കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. അവിടെ ഞാനും വളരെ ആത്മാർത്ഥമായി ഇതിൽ കണ്ടുചേരുകയാണ്. അങ്ങനെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കാണോ അതോ ഒരു രാഷ്ട്രീയ അനുഭാവി എന്നുള്ള നിലയ്ക്കാണോ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്? നിങ്ങൾ ചോദിച്ച രണ്ടും ശരിയാണ്. കക്ഷി അനുഭാവിയാണ്, വ്യക്തിപരമായിട്ട് കക്ഷി അനുഭാവിയാണ്. കലാകാരനുള്ള നിങ്ങൾ എനിക്ക് തന്ന പട്ടും കൂടിയാണല്ലോ. ചെയ്യുന്ന ജോലി അതാണെങ്കിലും പൊതുവായിട്ട് ജനങ്ങൾക്കുള്ള സുഖ സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഒരു കലാകാരൻ എന്ന നേരിലും ഈ കക്ഷി അംഗം എന്ന പേരിലും രണ്ട് വിഷയത്തിലും ഞാനത് പറയാൻ തയ്യാറാണ്. കലാകാരന്മാർക്ക് പൊതുവെ നിലപാട് പറയാൻ ഒരു പേടിയുണ്ടാവും. കാരണം മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യക്കുറവുണ്ടാവുമോ എന്നുള്ള, അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആശങ്കയില്ല എന്നാണ് പറയുന്നത്. ലെവലേഴ്സും ഇല്ല. ഞാൻ എൻ്റെ 100% സാറ്റിസ്ഫൈഡാണ് എൻ്റെ ലൈഫിൽ. കൃത്യമായ ജോലി ചെയ്ത് പിന്നെ പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരാവശ്യങ്ങളും ഞാൻ ഇന്ന് വരെ ഇത്രയും സ്വാധീനം എല്ലാ തലത്തിലുള്ള സ്വാധീനം ഉണ്ടായിട്ടും എൻ്റെ വ്യക്തിപരമായിട്ട് ഒരാവശ്യവും ഞാൻ ഇന്ന് വരെ അവതരിപ്പിക്കില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ അതിൽ കാണുന്നത് എന്താ ഞാൻ സാറ്റിസ്ഫൈഡാന്ന് പറയാൻ കാരണം ലിമിറ്റഡാണ്. എനിക്ക് രാവിലെ ഒരു കുറച്ച് കഞ്ഞിയും ഒരു പ്ലാവിൽ ഈർക്കലും മതി. അപ്പം അങ്ങനെ ചില ലിമിറ്റേഷൻ നമ്മൾ സ്വയം നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ നാട് നേരെയാക്കാനുള്ള പ്രവർത്തനമേ വേണ്ടൂ. അത് നമ്മൾ കൊണ്ടുവരുന്ന കലാപ്രവർത്തനത്തിലൂടെയാണ്. നമ്മൾ ആരെയും തല്ലിക്കൊല്ലാനൊന്നും അല്ല പോകുന്നത്. നമ്മുടെ നാട്ടുകാർക്ക് ഈ കല എന്നുള്ള വിഷയം തന്നെ ഒരു നിമിഷമെങ്കിലും നമ്മൾ ചെയ്യുന്ന കല ആസ്വദിക്കാനുള്ള ജനങ്ങൾ അവർ അത് മനസ്സിൽ അത് നമ്മൾ കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ നമുക്ക് തരുന്ന വിലയാണ്. അപ്പോൾ ജനങ്ങളുടെ കൂടെ പങ്കെടുക്കുക. പല കലാകാരന്മാർക്കും ആ ചോദ്യം ആദ്യം ചോദിച്ചാൽ തുറന്ന് പറയാൻ മടിയുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും ഒരു തരത്തിൽ, അല്ലെങ്കിൽ വളരാനുള്ള മോഹമുണ്ട്. ഈ രണ്ടും ഇല്ലാത്ത ഒരാളാണ് ഞാനിപ്പോൾ. കാരണം എന്നെ ജനങ്ങൾ അംഗീകരിച്ചു. ഇനി ഈ അംഗീകാരം കൃത്യമായിട്ട് കൊണ്ടു നടക്കലാൻ ഞാൻ ചെയ്യണ്ടേ. അപ്പോൾ ജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾ എന്തൊക്കെ നമ്മളാൽ ചെയ്യാൻ പറ്റും, നമ്മൾ മുഖേന ചെയ്യാൻ പറ്റും, സ്വന്തം എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെയ്യലാണ് നമ്മുടെ ജോലി എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരൻ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് അത് കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.